ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. SP4ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെന്നൈ സൂപ്പർ കിങ്സ് വേഴ്സസ് GT തമ്മിലുള്ള മത്സരത്തിൻ്റെ കുറച്ച് സ്പെഷ്യൽ ടിപ്സാണ് കേട്ടോ. ഒരുപാട് ടിപ്സ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി നമ്മളൊരു മെയിൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇത് സ്പെഷ്യൽ ടിപ്സാണ്. നിങ്ങൾക്ക് ടീം ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ടിപ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിലുണ്ട്. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാം നിങ്ങളുടെ ടീമിനെ പറ്റി. അപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടിരിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മസ്റ്റായി സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടാണ് ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. മറക്കാതെ തന്നെ ഒന്ന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സ് വേഴ്സസ് GT തമ്മിലുള്ള മത്സരം നടക്കുന്ന എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർച്ച് 26 കൃത്യം 7:30 അപ്പോൾ ഈ ഒരു മത്സരം നടക്കുന്ന നമ്മുടെ MA ചിദംബരം സ്റ്റേഡിയം നമ്മുടെ ചെന്നൈയുടെ ഹോം ഗ്രൗണ്ടിൽ തന്നെയാണ്. സോ ചെന്നൈന് കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ ഷുവർ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഗ്രൗണ്ടിനെ പറ്റി പറയുന്ന സമയത്ത് ഒരു മാച്ച് കളിച്ചിട്ടുണ്ട്, ലാസ്റ്റാണ്. അതിൽ ബാറ്റിംഗ് സെക്കൻഡാണ് വിൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആവറേജ് സ്കോർ നോക്കുന്ന സമയത്ത് 173 റൺസും ആവറേജ് സെക്കൻഡ് ഇന്നിംഗ് സ്കോർ നോക്കുന്ന സമയത്ത് 176 റൺസുമാണ് ഉള്ളത്. അതുപോലെ തന്നെ ഹയസ്റ്റ് ടോട്ടൽ സ്കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 176/4 ആണ്. അതായത് നമ്മുടെ ഈ റീസെൻ്റ് ആയിട്ട് നടന്നൊരു മത്സരമാണ് ചെന്നൈ സൂപ്പർ കിങ്സ് വേഴ്സസ് ബാംഗ്ലൂർ തമ്മിലുള്ള ലോവസ്റ്റ് സ്കോർ എന്ന് പറഞ്ഞാൽ ആ ഒരു മത്സരം തന്നെയാണ്. ഈ ഒരു 2024 റെക്കോർഡ്സാണ് എടുത്ത് പറയുന്നത്. ആകെ ഒരു മത്സരം മാത്രമേ നടന്നുള്ളൂ, അതുകൊണ്ടൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ഇതുവരെ ചെന്നൈ സൂപ്പർ കിങ്സും GT തമ്മിൽ ഏകദേശം 5 മത്സരമാണ് ഹെഡ് ടു ഹെഡ് ആയിട്ട് കളിച്ചിട്ടുള്ളത്. അതിൽ 3 മത്സരവും നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സ് ആണ്. 3 മത്സരവും നമ്മുടെ ഗുജറാത്താണ് വിൻ ചെയ്തിരിക്കുന്നത്. ചെന്നൈ 2 കേട്ടോ വിൻ ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സ് വേഴ്സസ് GT തമ്മിലുള്ള മത്സരത്തിൻ്റെ വെതർ റിപ്പോർട്ടിനെ പറ്റി പറയുന്ന സമയത്ത് 29 ഡിഗ്രി സെൽഷ്യസ് ആണ് ആ ഒരു ഈവനിങ് ടൈമിൽ നമുക്ക് പ്രസൻ്റ് ആയിരിക്കുക. അതുപോലെ തന്നെ 74% അവറേജ് അത് നോക്കണ്ട. വിൻഡിൻ്റെ കാര്യം നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. പിച്ച് റിപ്പോർട്ടിനെ പറ്റി പറയുന്ന സമയത്ത് ഏകദേശം സ്പിന്നേഴ്സിന് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ ബാറ്റിംഗ് അത്യാവശ്യം റൺസ് കിട്ടാനും നല്ല പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഏത് ടീമാണ് സെക്കൻഡ് ഇന്നിങ്സ് ചെയ്യുന്നത് അവർക്കായിരിക്കും കുറച്ചുകൂടെ പോസിബിലിറ്റീസ് എന്നുള്ള കാര്യത്തിൽ ഷുവർ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ച് ടിപ്സും കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ലാസ്റ്റ് നടന്ന മത്സരങ്ങളും ഈ ഒരു 2 ടീമിൻ്റെ സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അത്യാവശ്യം ഇപ്പോൾ ടോപ്പ് ഓർഡറിൽ നിൽക്കുന്ന നിങ്ങൾ ഓർത്ത് വെക്കേണ്ട, നിങ്ങളുടെ ടീം ക്രിയേറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും സെലക്ട് ചെയ്യേണ്ട കുറച്ച് പ്ലെയേഴ്സിനെ എന്തുകൊണ്ടാണ് അവർ പിക്ക് ചെയ്യണം എന്നുള്ള കാര്യം കൂടെ ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം. അതിന് മുന്നായിട്ട് ഇതുവരെ നമ്മൾ കുബേര ഫാൻറ്റസി ആപ്ലിക്കേഷൻ നിങ്ങൾ യൂസ് ചെയ്യില്ലെങ്കിൽ തീർച്ചയായിട്ടും യൂസ് ചെയ്യുക. നല്ല രീതിയിൽ പൈസ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷനാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡ്രീം ലെവലിലൊക്കെ കളിക്കുമ്പോൾ 299 രൂപ കൊടുത്ത് ജോയിൻ ചെയ്യുന്ന കോൺടെസ്റ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ വെറും 260 രൂപയ്ക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി കോൺടെസ്റ്റുകളുണ്ട്. അതും നമ്മുടെ ഡ്രീം 11നെക്കാട്ടിലും എൻട്രി ഫീസ് കുറച്ചിട്ടാണ് നമ്മുടെ കുബേര ഫാൻറ്റസി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് കൂടാതെ ഇവിടെ ഡ്യുവോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. 5 പ്ലെയേഴ്സിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസുള്ള ആരാണോ അവരെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പിക്ക് ചെയ്താൽ മതി. നമുക്ക് ഈസി ആയിട്ട് 22 പ്ലെയേഴ്സിൽ നിന്ന് 11 പ്ലെയേഴ്സിനെ സെലക്ട് ചെയ്യാൻ ആ ഒരു ടഫ്നെസ് ഒന്നുമില്ല. ഈസി ആയിട്ട് 1-2 പ്ലെയേഴ്സിനെ പിക്ക് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിൻ ആവാൻ സാധിക്കുന്നതാണ്. നല്ല ഈസി ആയിട്ട് പൈസ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ കുബേര ഫാൻറ്റസി തന്നെയാണ്. അതുകൂടാതെ നിങ്ങൾ ഇതുവരെ വിഷൻ 11 ട്രൈ ചെയ്യില്ലെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. കാരണം ഇവർ ഡെയിലി ചുമ്മാ അങ്ങോട്ട് ഗീവ് അവേ കൊടുക്കുന്നുണ്ട്. ബ്രാൻഡ് അംബാസിഡറൊക്കെ നമ്മുടെ ധോണിയാണ്. അപ്പോൾ അത് അറിയാമല്ലോ ലെവൽ. ഓക്കെ, അപ്പോൾ നോക്കി അവർ ചുമ്മാ ഗിവേഴ്സ് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ ഒരുപാട് GL കണ്ട് 70% വരെ വിന്നിങ് പെർസെൻറ്റേജ് 70% വരെ വിന്നിങ് പെർസെൻറ്റേജ് ഉള്ള കോൺടെസ്റ്റുകളാണ്. കൂടാതെ അപ് ടു 30 ടീം വരെ നമുക്കിവിടെ ഇടാനായിട്ട് സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോൺടെസ്റ്റുകളും ഇവിടെ അവൈലബിൾ ആണ്. 118 കോൺടെസ്റ്റുകളാണ്. അതും നിങ്ങൾക്ക് 1 രൂപയല്ല, അതിലും കുറച്ച് 4 രൂപ തുടങ്ങിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇത് അതുപോലെ തന്നെ നമ്മുടെ സ്പോട്ടസിൽ 1 രൂപ തുടങ്ങി കോൺടെസ്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഇവിടെ പോപ്പ് എന്ന് പറഞ്ഞ വിൻഡോ ഉണ്ട്. ഈ പോപ്പ് വിൻഡോ ഒക്കെ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുബേര ഫാൻറ്റസി കണ്ടില്ല, അതുപോലെ തന്നെ സിമ്പിളായിട്ട് ഇവിടെ 2 രൂപയ്ക്ക് ജോയിൻ ചെയ്യാനുള്ള കോൺടെസ്റ്റുകളുണ്ട്. പോപ്പ് വിൻഡോ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുബേര ഫാൻറ്റസിയിൽ നമ്മൾ ആ ഡ്യൂ ഓപ്ഷൻ കണ്ടില്ല, ആ ഒരു സെയിം സംഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ ബാക്കി നമ്മുടെ ചോയ്സിലോ ബാറ്റ് ബോളിലോ എന്തൊക്കെ ഞാൻ ട്രൈ ചെയ്യുന്ന മറ്റ് ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതിനെപ്പറ്റി പറയുന്ന സമയത്ത് ലാസ്റ്റ് നടന്ന ചെന്നൈ സൂപ്പർ കിങ്സും GT ഓരോരോ മത്സരങ്ങൾ ഇതുവരെ ആ ടീമുകൾക്ക് നടന്നിട്ടുണ്ട്. അപ്പോൾ അതിലേറ്റവും കൂടുതൽ മോസ്റ്റ് വിക്കറ്റ് എടുത്തുള്ള മുസ്തഫിക്കുർ റഹ്മാനാണ്. അതൊരു മത്സരം കളിച്ചിട്ട് അദ്ദേഹം 4 വിക്കറ്റ്സാണ് എടുത്തത്. അതും എഗെയിൻസ്റ്റ് ബാംഗ്ലൂരിനോടൊപ്പം. അതുപോലെ തന്നെ മോഹിത് ശർമ്മ ഒരു മത്സരം കളിച്ച് 2 വിക്കറ്റ്സ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒംറാസി ഒരു മത്സരം കളിച്ച് 2 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഉമേഷ് യാദവ് ഒരു മത്സരം കളിച്ച് 2 വിക്കറ്റ്സ് എടുത്തിട്ടുണ്ട്. സ്പെൻസർ ജോൺസൺ ഒരു മത്സരം കളിച്ച് 2 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. സായ് കിഷോർ ഒരു മത്സരം കളിച്ച് 1 വിക്കറ്റും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ബെസ്റ്റ് റൺസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മോസ്റ്റ് റൺസ് നോക്കിയാൽ ഒരു മത്സരം കളിച്ച്
45 റൺസ് എടുത്ത് നമ്മുടെ സായി സുദർശൻ തന്നെയാണ് GT എന്നാണ്. രച്ചിൻ രവീന്ദ്ര നോക്കിയാൽ ഒരു മത്സരം കളിച്ച് 37 റൺസ് എടുത്തിട്ടുണ്ട്. അഗെയിൻസ്റ്റ് CSK ടീമാണ്. അവിടെ ശിവാം ദുബെ നോക്കിയാൽ ഒരു മത്സരം കളിച്ച് 34 റൺസ് എടുത്തിട്ടുണ്ട്. CSK ടീമിലാണ്. ശുഭ്മാൻ ഗില്ലിനെ നോക്കിയാൽ ഒരു മത്സരം കളിച്ച് 31 റൺസ് എടുത്തിട്ടുണ്ട്. GT ടീമിലാണ്. CSK ടീമിലുള്ള മറ്റൊരു വ്യക്തിയാണ് നമ്മുടെ അജിൻക്യ രഹാനെ. 27 റൺസാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത്. രവീന്ദ്ര ജഡേജ നോക്കിയാൽ ഒരു മത്സരം കളിച്ച് 25 റൺസും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് പിക്ക് ചെയ്യേണ്ട കുറച്ച് ഡിഫറെൻറ്റ് പിക്ക് ഉണ്ടാവുമല്ലോ. അതിലൊരു 2 പേരെയാണ് എനിക്ക് പറയാനുള്ളത്. ഡാരി മിച്ചൽ ഒരു മത്സരം കളിച്ച് 22 റൺസ് എടുത്തിട്ടുണ്ട്. ഈ ഒരു IPL സ്റ്റാറ്റ്സ് ആണ്. മിഡിൽ ഓർഡർ ബാറ്റ്സ്മാനാണ്. അതുകൂടാതെ ഫസ്റ്റ് മത്സരം കുറച്ച് അദ്ദേഹത്തിന് കളിക്കാൻ പറ്റില്ല. ഈ ഒരു മത്സരം തീർച്ചയായും നന്നായി കളിക്കും. നല്ല ഫോമിലാണ് പുള്ളിക്കാരൻ. അതുകൂടാതെ ഒരു ക്രൂഷ്യൽ പോയിൻ്റർ ആയിരിക്കും നമ്മുടെ ഫാൻറ്റസി ടീമിൽ. സോ അദ്ദേഹം ഒരു മസ്റ്റ് പിക്ക് ആയിരിക്കും. അതുകൂടാതെ നമ്മുടെ ഡേവിഡ് മില്ലറിനെ പറ്റി ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഈസ് എ ബെസ്റ്റ് ബാറ്റ്സ്മാൻ എന്ന് പറഞ്ഞാലും ഒരു അൾട്രാ ലെവലാണ്. സൗത്ത് ആഫ്രിക്കൻ സൂപ്പർ സ്റ്റാറാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ. അദ്ദേഹത്തിൻ്റെ ഈ ഒരു മത്സരം തീർച്ചയായിട്ടും നല്ലൊരു പെർഫോമൻസ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. കാരണം മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻമാരാണ്. കൂടുതലും ബാറ്റിംഗ് കിട്ടാനുള്ള പോസിബിലിറ്റീസും കൂടുതലാണ്. കാരണം GT വേഴ്സസ് CSK ആണ് കളിക്കുന്നത്. ഇരു ടീമുകളിൽ നല്ല ബോളിംഗ് സ്ട്രെങ്ത് ഉണ്ട്. അപ്പോൾ എന്തായാലും വിക്കറ്റ്സ് പോകുന്ന സമയത്ത് മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻമാർക്ക് മോസ്റ്റ് റൺസ് എടുക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു പ്രിവ്യൂ ടീം കൂടെ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. ആ ടീം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് കുറച്ചുകൂടെ ടിപ്സ് പറഞ്ഞുതരാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ ഒരു പ്രിവ്യൂ ടീം കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാമെന്ന് പറഞ്ഞ്. ഇതെന്തുവാ? ഓക്കെ, ഒക്കെ ക്ലെയിം ആക്കിയിട്ടുണ്ട്. എന്തോ ചാലഞ്ചറാ. ആയിക്കോട്ടെ. ഇവിടെ എന്തോ ബോട്ട്സൊക്കെ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. റിസൾട്ട് ഔട്ട് ആർക്കാ കിട്ടിയേ? നമുക്കൊന്നും കിട്ടില്ലല്ലോ. നമുക്കല്ലെങ്കിൽ എന്ത് കിട്ടാനാണ് ഗൈസ്? ഓക്കെ. അപ്പോൾ നമ്മുടെ മാച്ചിലോട്ട് തിരിച്ചു വരാം. ചെന്നൈ സൂപ്പർ കിങ്സ് വേഴ്സസ് GT. ഈ ചുമ്മാവന്മാർ ഞാൻ തോക്കുന്നതനുസരിച്ചിട്ട് എനിക്ക് ഡിസ്കൗണ്ട് കൂപ്പൺ തന്നോടെ ഇരിക്കുന്നുണ്ട് കിഴങ്ങന്മാർ. അല്ല, ഇന്നലെ 150 രൂപ കിട്ടും. 150 രൂപ കിട്ടിയില്ലേ? അതുകൊണ്ടാണ് തോറ്റെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ടീം ക്രിയേറ്റ് ചെയ്യാം. ഈ ഒരു ടീം ഞാൻ മെയിനായിട്ട് GLന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ GL ടീമിന് വേണ്ടി ഞാൻ ഈ ഒരു ടീം ഡെഡിക്കേറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ റാഷിദ് ഖാൻ അദ്ദേഹം വേണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മുസ്തഫിക്കുർ റഹ്മാൻ, അതുകൂടാതെ നമ്മുടെ ദീപക് ചഹാർ നല്ലൊരു ഓപ്ഷനാണ്. മോഹിത് ശർമ്മ, 4 പേരായല്ലോ. ഇനിയിപ്പോൾ നമ്മുടെ രച്ചിൻ രവീന്ദ്ര നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ നമ്മുടെ ഉംറാസി. ജഡേജ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡിപ്പെൻഡ്സ് ഓൺ യുവർ 4 ഓവർ ബോൾ ചെയ്യും. ബാറ്റിംഗ് കിട്ടുന്ന കാര്യം ഡൗട്ടാണ്. അല്ല, കിട്ടുമായിരിക്കും. കിട്ടും. സോറി. ഓക്കെ. അതുകൂടാതെ ഞാൻ പറഞ്ഞല്ലോ ഒരു ഡിഫറെൻറ്റ് പിക്ക് ഡാരി മില്ലർ ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് വേണമെങ്കിൽ പോവാം. അത് നല്ലൊരു ഓപ്ഷനാണ്. സായി സുദർശൻ എന്തായാലും പിക്ക് ചെയ്യുക. ഇവിടെ ഇനിയിപ്പോൾ ബോളേഴ്സിനെ മൊത്തം നിറച്ചിട്ടിപ്പോൾ ബാറ്റിംഗ് എടുക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. ഗില്ല് നല്ലൊരു ഓപ്ഷനാണ്. ഗെയ്ക്വാഡ് നല്ലൊരു ഓപ്ഷനാണ്. സായി സുദർശനും ഡയറി മിച്ചൽ നല്ലൊരു ഓപ്ഷനാണ്. ഇനിയിപ്പോൾ നമുക്ക് ഒരു ബോളറിനെ എടുക്കാനേ വഴിയുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. 2 ഫാസ്റ്റ് ബോളറേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒരു ഇവിടെ ഒരു ഫാസ്റ്റ് ബോളറേ ഉള്ളൂ അല്ലേ? നമുക്ക് എന്തായാലും GT എന്നൊരു ഫാസ്റ്റ് ബോളറാണ്. മോഹിത് ശർമ്മയെ തന്നെ എടുക്കാം. ഓക്കെ. ഇനി ഇതിൽ ക്യാപ്റ്റൻ VC കൊടുക്കുന്ന ഒരു ഡിഫറൻസ് നമ്മൾ കാണിച്ചു തരാം. വൈസ് ക്യാപ്റ്റൻ നമ്മൾ ആരെയാണ് കൊടുക്കുന്നത്? സായി സുദർശനെയാണ്. കഴിഞ്ഞ മത്സരം അത്യാവശ്യം നല്ല പെർഫോം ചെയ്തു. ഈ ഒരു മത്സരം നന്നായി പെർഫോം ചെയ്യാനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്. അതുകൊണ്ട് ഉംറാസി എന്ന് പറയുന്നത് അവൻ അടിപൊളിയാട്ടോ. കഴിഞ്ഞ മത്സരം അത്യാവശ്യം റൺസും സ്കോർ ചെയ്തായിരുന്നു. അതുപോലെ തന്നെ 3 ഓവർ ബോൾ ചെയ്ത് 2 വിക്കറ്റും എടുത്തായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അവനെ ക്യാപ്റ്റനും കൊടുത്ത് സായി സുദർശനും VCയും കൊടുക്കാം. ഒരു വെറൈറ്റി അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വെറൈറ്റി ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ വേറൊരു വെറൈറ്റി ടീമായിട്ട് നിങ്ങൾക്ക് വേറെ ഇതേ ടീമിൽ തന്നെ വേറൊരു ക്യാപ്റ്റൻ VC ഓപ്ഷൻ ഇപ്പോൾ കൊടുത്തവരേ അല്ലാതെ വേറൊരു ക്യാപ്റ്റൻ VC ഓപ്ഷൻ ഡയറി മിച്ചൽ വൈസ് ക്യാപ്റ്റൻസി നിങ്ങൾക്ക് ഇപ്പോൾ ഗെയ്ക്വാഡിനൊക്കെ അത്യാവശ്യം നല്ല പോയിൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ഗെയ്ക്വാഡിനെ കൊടുക്കണ്ട. നമുക്ക് വേണമെങ്കിൽ ജഡേജ വേണ്ട. രച്ചിൻ രവീന്ദ്ര ക്യാപ്റ്റൻസും കൊടുക്കാം. ഓക്കെ. ഒരു വെറൈറ്റി തന്നെ ആയിരിക്കും. അതായത് അദ്ദേഹം ബാറ്റിംഗ് പ്ലസ് ബോളിംഗ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ മത്സരം ഐ തിങ്ക് ഒരു ഓവർ എങ്ങോട്ടോ ആണ് ചെയ്തിരിക്കുന്നത്. നോക്കാം നമുക്ക് എന്തായാലും. ചെയ്തിട്ടില്ല. സോറി. അപ്പോൾ വേറെ ആരോ ആണ് 37 റൺസ് എടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു ട്രൈ ചെയ്യാം. അതായത് ഡിഫറെൻറ്റ് ക്യാപ്റ്റൻ VC ആ ഒരു
ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അദ്ദേഹം ബോളിംഗ് കൂടെ ചെയ്യണേ അത്രയും നന്നായി. അപ്പോൾ ഇതാണ് നമ്മുടെ ജസ്റ്റ് പ്രിവ്യൂ ടീംസ്. അപ്പോൾ ഞാൻ പറഞ്ഞ ടിപ്സൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് മനസ്സിലാവുന്നു, വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കൃത്യമായി കിട്ടിക്കൊണ്ടിരിക്കും. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രണ്ട്സ്.